ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. പുറപ്പാട് പുസ്തകം 24 അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു മനുഷ്യന് ഏറ്റവും പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കൾക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച അവർക്ക് കാണാനായിട്ടിടയായി. അതായത് ദൈവത്തിനെ അവരെ കണ്ടു, അല്ലെ ദൈവത്തിൻ്റെ പാദത്തിൻ്റെ കീഴിൽ രത്നക്കല്ലുകളുടെ സൗന്ദര്യമുള്ള ആ ഒരു ദൃശ്യം അവർക്ക് കാണാനായിട്ട് സാധിച്ചു. ഈ 24 അധ്യായത്തിൽ അതിൻ്റെ തുടക്കത്തിലെ നമ്മൾ കാണുന്നു, മോശയോട് ദൈവം പറയാണ്, നാദാബിനെയും അബീഹൂവിനെയും ചില മൂപ്പന്മാരെ വിളിച്ചു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ അവർ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിപ്പോയി. ആദ്യം ദൈവത്തോട് അടുക്കാനൊന്നും സാധിച്ചില്ല. എങ്കിലും ഈ ഒരു അവസ്ഥ, അതായത് പുറപ്പാട് 24 അതിൻ്റെ 10 വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അവർ ദൈവത്തിൻ്റെ പാദത്തിൻ്റെ കീഴിൽ കണ്ടു, പക്ഷെങ്കിൽ അവർക്കൊന്നും സംഭവിച്ചില്ല. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സാധാരണഗതി ദൈവത്തെ മനുഷ്യന് കാണാൻ സാധിക്കത്തില്ല? അതല്ലെങ്കിൽ മനുഷ്യൻ മരിക്കും, വിശുദ്ധനായ ദൈവവും പാപിയായ മനുഷ്യനും ഒന്നിച്ച് നേർക്ക് മുഖാമുഖമായിട്ട് കാണാൻ സാധിക്കുകയില്ല എന്നുള്ള ആ അവസ്ഥയ്ക്കൊരു വേറൊരു രീതിയിലാണ് ഇവിടെ ദൈവജനത്തോട്, അല്ലെ പ്രത്യേകിച്ച് ഈ മൂപ്പന്മാരോട് ദൈവം ഇടപെട്ടത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അതിനു മുമ്പേ തന്നെ മോശ ഈ മൂപ്പന്മാരെ വിളിച്ച് പർവ്വതത്തിൻ്റെ മേളിൽ പോകുന്നതിന് മുമ്പ് പർവ്വതത്തിൻ്റെ കീഴിൽ തന്നെ ഒരു യാഗപീഠം പണിഞ്ഞു. യാഗപീഠത്തിൻ്റെ പകുതി രക്തം എടുത്ത് യാഗപീഠത്തിൻ്റെ മേലും പകുതി ഈ ഇസ്രായേൽ മക്കളുടെ മേലും തളിച്ചു. അപ്പോൾ രക്തത്തിൻ്റെ ഫലമായിട്ട് ഇവർക്ക് ദൈവത്തോട് കുറച്ചും കൂടെ അടുക്കാനായിട്ട് സാധിച്ചു. എങ്കിൽ പോലും ആ അടുപ്പം മോശ ദൈവത്തോട് അടുത്തതുപോലെ, അല്ലെങ്കിൽ മേഘത്തിൻ്റെ ഉള്ളിൽ അതേ അധ്യായത്തിൽ മേഘത്തിൻ്റെ ഉള്ളിൽ മോശ കയറിപ്പോയി. പക്ഷേ മോശ അടുത്തത് വരെ അടുക്കാനായിട്ട് ഇവർക്ക് സാധിച്ചില്ല. പക്ഷെങ്കിൽ ആ രക്തത്തിൻ്റെ ഫലമായിട്ട് ഇവർക്ക് ഒന്നും സംഭവിച്ചില്ല. ഇവരുടെ ജീവൻ പോയില്ല, ദൈവം അവരെ നശിപ്പിച്ച് കളഞ്ഞില്ല. ഈ ഒരു അവസ്ഥ നമ്മൾ ഒന്ന് ചിന്തിക്കി പോകുന്നത്, നമ്മൾ ഈ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ എബ്രായ ലേഖനം 9 അധ്യായം കൂടെ അതിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കണം. അവിടെ ഈ 24 പുറപ്പാട് 24 4 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ, അതേപോലെ തന്നെ എബ്രായ ലേഖനം 9 18 ഈ പഴയ നിയമം അല്ലെങ്കിൽ പഴയ ഉടമ്പടി രക്തത്താലാണ് അതിൻ്റെ ഉദ്ഘാടനം. പക്ഷെങ്കിൽ ആ എബ്രായ ലേഖനം 9 അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു വിഷയമുണ്ട്. ഇത് ദൈവത്തിൻ്റെ പുത്രൻ്റെ രക്തമല്ല, ആട്ടുകൊട്ടുകുമാരൻ്റെയും കാളക്രാവിൻ്റെയും ഒക്കെ രക്തം. ആ രക്തത്തിന് ജഡശുദ്ധി മാത്രമേ ഒരു വിശ്വാസിയുടെ പഴയ നിയമ വിശ്വാസികൾക്ക് സാധിച്ചുള്ളൂ. അതായത് ജഡശുദ്ധി മാത്രമേ ലഭിക്കുന്നുള്ളൂ. പക്ഷെ മനസ്സാക്ഷിയുടെ ശുദ്ധീകരിക്കപ്പെടുന്നില്ല. എബ്രായ ലേഖനം 9 അധ്യായത്തിൽ നമ്മൾ വായിച്ച് നോക്കിയാൽ മതി, നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ പുതിയ നിയമത്തിലെ രക്തം, അതായത് ക്രിസ്തുയേശുവിൻ്റെ രക്തം വരുമ്പോൾ ഒരു പുതിയ നിയമത്തിലെ വിശ്വാസിക്ക് ലഭിക്കുന്നത് മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എബ്രായ ലേഖനം 4:16 ധൈര്യത്തോടെ നമുക്ക് കൃപാസനത്തേക്ക് അടുത്തു വരാനായിട്ടുള്ള ആ അവസരം ലഭിക്കുന്നു.
ഇത് പഴയ നിയമത്തിലെ വിശ്വാസികൾക്കില്ലായിരുന്നു. ഇനിയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് ദേവാലയത്തിനകത്ത് ആരാധന തുടങ്ങും. ആരാധനയ്ക്ക് എല്ലാവർക്കും അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലാൻ ഒക്കത്തില്ല. മഹാപുരോഹിതന് മാത്രം ആണ്ടിലൊരിക്കൽ കയറി ചെല്ലാൻ സാധിക്കും. എങ്കിൽ പോലും ദൈവ സാന്നിധ്യം അവരുടെ കൂടെയുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ രക്തത്തിൻ്റെ ഫലമാണ്. ലേവ്യ പുസ്തകം 17:11 നമ്മൾ വായിക്കുന്ന ഈ എല്ലാ ജഡത്തിൻ്റെ ജീവൻ ആണെന്നും കൂടാതെ ആ രക്തം ദൈവം പ്രായശ്ചിത്തത്തിനായിട്ട് വെച്ചിരിക്കുന്നതാണ്. അതായത് പ്രായശ്ചിത്തത്തിൻ്റെ അർത്ഥം അല്ല, ശരിക്കും അറ്റോൺമെൻ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അതായത് പഴയ നിയമത്തിലെ ഒരു സംഗതിയാണ് ഈ അറ്റോൺമെൻറ്റ്. അതായത് പാപത്തിനെ മറയ്ക്കുക. പുതിയ നിയമത്തിലെ കാര്യമല്ല, പഴയ നിയമത്തിൽ പാപത്തിനെ മറയ്ക്കുക, കവർ ചെയ്യുക. അതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് ആണ്ടുതോറും ഒരു വിശ്വാസി വീണ്ടും പാപത്തിന് വേണ്ടി കാളക്കിടാവിനെയോ ആടിനെയോ എടുത്തുകൊണ്ട് വരണം. അവിടെ വന്ന് വീണ്ടും രക്തം ചൊരിഞ്ഞ് ആണ്ടുതോറും ഒരാണ്ടിന് വേണ്ടി കവറപ്പ് ചെയ്യുക അല്ലെങ്കിൽ മൂടി വെക്കുക എന്നുള്ള ആ ഒരു അർത്ഥമാണ് ഈ അറ്റോൺമെൻറ്റ്, പ്രായശ്ചിത്തം എന്നുള്ള മലയാളം വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രക്തം പഴയ നിയമത്തിൽ ദൈവം നമുക്ക് ഉൽപ്പത്തി മുതലേ കാണുന്ന ഒരു കാര്യമാണ് രക്തം. അതായത് ഉൽപ്പത്തി 3 തന്നെ ദൈവമാണ് ഈ മാതൃക കാണിച്ചത്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ നഗ്നനായി, ലജ്ജയായി, പേടിയുണ്ട്, ഭയമായി ദൈവത്തിൽ നിന്ന് അകന്നു നോക്കി, വൃക്ഷത്തിൻ്റെ ഇലകളായിട്ട് അവർ തുണിയുണ്ടാക്കാൻ നോക്കി. അതെല്ലാം നിഷ്ഫലമായി. അവിടെയും ദൈവമാണ് ആദ്യമേ ഒരു ആടിനെ എടുത്ത ആടിൻ്റെ തോലെടുത്തിട്ട് ഇവരുടെ നഗ്നത മറയ്ക്കുന്നു. അതിൻ്റെ പിന്നിൽ നടന്ന സംഭവം എന്താ? ആ ആടിൻ്റെ രക്തം ചൊരിഞ്ഞു. ഇത് ക്രിസ്തുവിനെ എടുത്ത് കാണിക്കുന്നതും രക്തച്ചൊരിച്ചിലില്ലാതെ, അതായത് ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന വിഷയം, ഹെബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്, രക്തം ചൊരിയാതെ വിമോചനമില്ല. രക്തം ചൊരിയാതെ, അതായത് പാപത്തിന് ക്ഷമ ഈ രക്തത്താലാണ് ലഭിക്കുന്നത്. പഴയ നിയമത്തിൽ ദൈവമായിട്ട് തുടങ്ങിയതാണ്. ആ രക്തത്തിന് ജീവനുണ്ടെന്നും ആ രക്തം പുറപ്പാട് പുസ്തകവും അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 11-ലും 12-ലും നമ്മൾ കാണുന്നു, മരണത്തിൽ നിന്ന് ഇവരെ വിടുവിച്ചത് സംഹാരദൂതൻ്റെ ആ അവസാനത്തെ ബാധയിൽ സംഹാരദൂതൻ അടുക്കാതിരുന്നതും കുഞ്ഞാടിൻ്റെ രക്തം കട്ടളമേൽ കിടന്നതുകൊണ്ടാണ്. ഈ രക്തം നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 4:4 ദൈവം ആബേലിൻ്റെ യാഗം സ്വീകരിച്ചതും കൈനിൻ്റെ യാഗം സ്വീകരിക്കാതിരുന്നതും കാരണം ഈ രക്തം ഇല്ലാത്ത യാഗം കൊണ്ടാണ്. രക്തമില്ലാത്ത യാഗം കൊണ്ട് കൈനെ ദൈവം റിജക്റ്റ് ചെയ്തു. അതേപോലെ തന്നെ ആബേലിനെ ദൈവം സ്വീകരിച്ചു. എന്താണ് കാരണം? യാഗത്തിൽ രക്തമുണ്ടായിരുന്നു. പാപമോചനം ലഭിക്കണമെങ്കിൽ രക്തച്ചൊരിച്ചിലില്ലാതെ സംഗതി ആകത്തില്ല. എബ്രായ ലേഖനം 13:20 നമ്മൾ വായിക്കുന്നത്, രക്തത്താലാണ് സകല സമാധാനത്തിൻ്റെ ദൈവം നമ്മളെ, അതായത് മഹാ ഇടയൻ നമ്മളെ രക്തത്താലാണ് സ്വീകരിച്ചതും സകല നല്ല പ്രവൃത്തികൾക്കും നമ്മളെ എക്യൂപ്പ് ചെയ്യുന്നതും. അപ്പോൾ രക്തത്തിൻ്റെ ആ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് മറക്കാതിരിക്കാൻ ഒക്കത്തില്ല, മറന്നു പോകാൻ ഒക്കത്തില്ല. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ഈ രക്തം
തളിക്കപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിലെ കൃപാസനത്തിലാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലാം. പഴയ നിയമത്തിലെ ഈ മൂപ്പന്മാർ, അതായത് പുറപ്പാട് 24 മൂപ്പന്മാർക്ക് അധികമൊന്നും ദൈവത്തോട് അടുക്കാൻ സാധിച്ചില്ല. എങ്കിൽ പോലും അവർക്ക് ഒരു പരിധി വരെ അടുക്കാൻ പറ്റി. പക്ഷേ ഇന്ന് പുതിയ നിയമത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസികൾക്കും അവസരം ലഭിച്ചിരിക്കുന്നത് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുക്ക ചെല്ലാൻ. എന്തുകൊണ്ടാണ്? രക്തം, യേശുക്രിസ്തുവിൻ്റെ രക്തം. ഇനിയൊരു രക്തച്ചൊരിച്ചിൽ ഇല്ല. അവസാനത്തെ യാഗവുമായിട്ട്, ഏറ്റവും തികഞ്ഞ യാഗമായിട്ട് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ആ രക്തത്താൽ ആണ് നമ്മളെ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.